ഇപ്പം ഒരു പ്രൊജക്റ്റ് ഓൺ ആക്കുമ്പോൾ തന്നെ ആ പ്രൊഡക്ഷൻ ഹൗസുമായി ബന്ധപ്പെട്ടിട്ട് ആ പ്രൊഡക്ഷൻ ഹൗസ് കൊടുക്കുന്ന ആക്ടേഴ്സിന് കൊടുക്കുന്ന ഒരു കംഫർട്ട് ലെവലിനെ പറ്റിയിട്ടൊക്കെ ആളുകൾ സംസാരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ കൊടുക്കുന്ന ഈ സുഖ സൗകര്യങ്ങൾ ആക്ടേഴ്സിന് വളരെ നന്നായിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. ബെസ്റ്റിയുടെ അനുഭവം എന്താണ്? വെൻ ഇറ്റ് കംസ് ടു ദ പ്രൊഡക്ഷൻ ഹൗസ്, ദ amenities they provide, how much are they into your comfort? I would say that it is one of the best for me, Benzi production, because எப்போவுமே நிறைய வாட்டி சொல்லிட்டேன், நான் திரும்பியும் சொல்கிறேன், எப்போவுமே ஒரு மகளாக எனக்கு ட்ரீட் பண்ணியிருக்காங்க. இட்ஸ் அமேசிங். நம்ம ஃப்ளைட் டிக்கெட் போடுறதுலேருந்து ஷூட்டிங் முடிச்சுட்டு வீடு வரைக்கும் அனுப்புறதோட ஒரு ஃபேமிலி, ஒரு ஃபாதர் எப்படி அவங்க டாட்டருக்கு மேக் ஷூர் பண்ணுவாங்க தட் சேஃபாக இருக்கும், அந்த அளவுக்கு ட்ரீட்மெண்ட் எனக்கு. அண்ட் அந்த அளவுக்கு கம்ஃபர்ட் ஜோன், ஃபுட்டுலேருந்து தூங்குற இடம் இருக்கட்டும், வாட் எவர் இட் இஸ், இட்ஸ் லைக் லிட்ரலி லைக் ஈவன் இஃப் யூர் ஸ்னீசிங் நோ டிஷ்யூ வில் பி தேர். அந்த அளவுக்கு ஒரு கம்ஃபர்ட் ஜோன். ஸோ இதுக்கு மேலே வாட் யூ வாண்ட், ரைட்? திஸ் இஸ் த what do I say, it's like a god gift to all of us. எனக்கு மட்டும் இல்லை, எல்லாருக்கும். ஒரே வீட்டில் தான் ஸ்டே பண்ணுவோம். அஷ்கரோட ரூம், ஷைனோட ரூம், என் ரூம் எல்லாமே ஒரே வீட்டில் தான் இருக்கும். ഫുഡ് കിട്ടി എല്ലാമേ അങ്ങനെ தான். അവിടെ ഒരു ഉത്സവമാണ്. ബെൻസി പ്രൊഡക്ഷൻ സിനിമ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു ഉത്സവമാണ്. പെരുന്നാൾ നമ്മൾ കേട്ടു അവിടെ ഫുഡ് ഉണ്ടാക്കുന്നു, ആൾക്കാർ വരുന്നു, ബഹളം, എല്ലാവർക്കും ഒരേ ഫുഡ് തന്നെ, എല്ലാവർക്കും ഒരേ ഭക്ഷണം തന്നെ, ഒരേ അല്ലേ? same treatment, എല്ലാവർക്കും സെയിം ട്രീറ്റ്മെന്റ്. ആൻഡ് സീ വൺ മോർ തിങ് ഇസ് ഫുഡ് നല്ല ഫുഡ് കിട്ടും, നമ്മൾ സേഫ് ആണ്, ഒരു പ്രശ്നമില്ല. അത് 12 പടം ചെയ്തു. കാരണം പല പടങ്ങൾ പരാജയമായിട്ടുണ്ടാകും, വിജയിച്ചിട്ടുണ്ട്. കാരണം എന്നിട്ടും സിനിമ ചെയ്യുന്നില്ലേ. കാരണം അദ്ദേഹത്തിന് സിനിമയോടുള്ള ഇഷ്ടം, എനിക്കിങ്ങനെ വേണം, അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളിലൂടെയാണ് സിനിമ, അദ്ദേഹത്തിന് വേണ്ടി സിനിമ അല്ലെ, അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അദ്ദേഹത്തിന് സ്നേഹമുള്ള ആൾക്കാർ, അത് കുടുംബമാണ്. നമ്മളെല്ലാവരും കുടുംബമായി കഴിഞ്ഞു. ശരിക്കും ഒരു പ്രൊഡക്ഷൻ ഹോമാണ്. അപ്പൊ ഇതിന്റെ ഷൂട്ട് എടുക്കുമ്പോൾ എന്റെ വൈഫ് അന്ന് പ്രഗ്നന്റ് ആണ്, ഐ തിങ്ക് 6 months. എനിക്ക് ധൈര്യമായിട്ട് അവിടെ, എന്റെ വൈഫ് അവിടെ ഹാപ്പിയാണ്. ഞാൻ ഷൂട്ടിന് പോകുന്നു, എന്റെ വൈഫ് അവിടെ ഒരുപാട് ബോസിന്റെ സിസ്റ്റേഴ്സും റിലേറ്റീവ്സും ഒക്കെ ആ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ അവരെന്റെ വൈഫിനെ കെയർ ചെയ്യുന്നതും അങ്ങനെ ആവശ്യമില്ല, അല്ലെങ്കിൽ അതിലധികം ഫുഡ് കൊടുക്കുക, കെയർ ചെയ്യുക. എൻ്റെ വൈഫ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു ടൈം അതായിരുന്നു. ബെസ്റ്റിയുടെ ഷൂട്ടിന് കുറച്ചാൾ അന്ന് ബോസിന്റെ വീട്ടിൽ നിന്നപ്പോൾ. അപ്പോൾ അത്ര നല്ല ട്രീറ്റ്മെന്റ്, നമുക്ക് അത്ര ഒരു ഫാമിലി അടുപ്പമാണ്. ഇപ്പൊ അത് സിനിമയിൽ അങ്ങനെ ഇല്ല. സിനിമയിൽ നമ്മളെ കാസ്റ്റ് ചെയ്യുന്നത് മറ്റൊരു എക്വിപ്മെന്റ് പോലെ, ഇന്ന ആക്ടർ വന്ന് അഭിനയിച്ച് അത് കൊടുത്ത് ബാറ്റ് എടുത്ത് അപ്പിട് എന്ന് പറയുന്ന പോലെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ബോസിനെ വിളിച്ച് നമ്മുടെ പ്രോബ്ലം പറയാൻ ഒരാളും, ഫാമിലി പോലെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു വലിയ കുടുംബവും, നമുക്ക് അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇപ്പം മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ സിദ്ദിഖ് എന്ന നടൻ വർഷങ്ങൾ കൊണ്ട് ഒരു വല്ലാത്ത രീതിയിൽ പരുവപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ മാർക്കോ എന്ന സിനിമ എല്ലാ സ്ഥലത്തും ചർച്ച ചെയ്യപ്പെടുമ്പോൾ മാർക്കോനകത്ത് അദ്ദേഹം ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വേഷമാണ് ആ സ്റ്റോറിയുടെ വേൾഡിനകത്ത് നിന്ന് നോക്കുമ്പോൾ. എന്നാൽ അതിൻ്റെ പ്രീക്വലിൽ അദ്ദേഹം ഒരു വലിയ വില്ലനുമാണ്, ആളുകളെ കൊല്ലുന്ന, നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു വില്ലനുമാണ്. ഒരേ കഥയുടെ 2 തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ആ നടൻ ആ വിധത്തിൽ പെർഫോം ചെയ്യുന്നത്. പലപ്പോഴും ഈ നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ തിലകൻ സാറിൻ്റെയൊക്കെ റേഞ്ചിലേക്ക് അതായത് ആളുകൾ വിമർശനങ്ങളിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. സിദ്ദിഖ് സാർ ഇതിനെപ്പറ്റി അവെയറാണോ? അല്ല, അങ്ങനെ അത്ര അവെയറല്ല. ഈ പറയുന്ന രീതി ഇതിങ്ങനെ കേട്ടാലും വാപ്സി അങ്ങനെ അധികം എൻജോയ് ചെയ്യുന്ന, അതിലങ്ങനെ ഒരുപാട് ഓവർ ജോയ് കാണിക്കുന്ന അല്ല. പക്ഷെ എന്നാൽ റിവ്യൂസ് ഒക്കെ, പ്രത്യേകിച്ച് മാർക്കോ റിലീസായ സമയത്ത് അതിൻ്റെ റിവ്യൂസും അതിൻ്റെ കമൻസും അതെല്ലാം വായിക്കും. നെഗറ്റീവ് വരുമോ എന്നുള്ളതാണ് പേടി. ഓക്കെ, നമുക്ക് എന്തോരം നെഗറ്റീവാണ് നമ്മളെക്കുറിച്ച് ആളുകൾ പറയുക. ഇത് വർക്കായില്ലേ. തിലകൻ സാറിനെ പോലെ വലിയൊരു ലെജൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിലുപരി മറ്റ് വളരെ മോശമായിപ്പോൾ ഈ സിനിമയിൽ എല്ലാവരും നന്നായിരുന്നു, സിദ്ദിഖ് ഒഴികെ എന്നെങ്ങാനും പറയൂ എന്നുള്ള ടെൻഷനാണ് അദ്ദേഹത്തെ കൂടുതൽ വറി ചെയ്യുന്നത്. ഇപ്പം മാർക്കോയിൽ വേറെ ഇൻട്രസ്റ്റിംഗ് സംഭവം പറയാന്ന് വെച്ചാൽ, ഒബ്വിയസ്ലി മാർക്കോ കണ്ടതല്ലേ, മാർക്കോയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു അതിലെ ഹീറോയിൻ പോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പെൺകുട്ടി ഈസ് ഗിവിംഗ് ബർത്ത്. പക്ഷെ അതൊരു ഭയങ്കര വയലന്റ് സീനാണ്, ഏറ്റവും വയലന്റ് സീനിലൊന്നാണ്. ആ സമയത്താണ് എൻ്റെ വൈഫ് പ്രസവിക്കുന്നത്. അപ്പോൾ ഷൂട്ട് വെച്ചിട്ട് ഉച്ചയോടെയാണ് ഡെലിവറി ആവുന്നത്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലാണ്. അപ്പോൾ വാപ്സി ഇതിൻ്റെ സീക്വൻസ് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെടിവെപ്പ്, വെട്ടും കുത്തും. അപ്പോഴേക്കും ഡയറക്ടറോട് പറഞ്ഞു, ഹനീഫ് സിദ്ദിഖ കുഴപ്പമില്ല, സിദ്ദിഖ പൊയ്ക്കും. സിദ്ദിഖ് ഇപ്പോൾ ചെന്നു. അപ്പോൾ ഈ ബാക്കിയുള്ള ഇന്നത്തേക്കുള്ള ഞാൻ കവർ ചെയ്തോളാം, ഞാൻ വേറെ ആംഗിളിൽ നിന്ന് മറ്റുള്ളതെല്ലാം ഇപ്പോൾ അവിടെ നിന്നാണ് വാപ്സി ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അങ്ങനെ സംഭവം, വല്ലാത്തൊരു ആകസ്മികതയായി പോയി. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിനയം അറിയാതെ എന്നുള്ള പുസ്തകത്തിൻ്റെ ലോഞ്ചിന് ഞാൻ അവിടെ പ്രസന്റ് ആയിരുന്നു. അന്ന് ഒരു വരി മാത്രമാണ് ഷാഹിൻ അന്ന് വേദിയിൽ പറഞ്ഞത്. നിങ്ങൾ ഈ പുസ്തകം വായിക്കുന്ന ആളുകളാണെങ്കിൽ, വായനാശീലമുള്ളവരാണെങ്കിൽ, അച്ഛൻ എൻ്റെ സഹോദരനെ പറ്റി എഴുതിയ ഒരു ചാപ്റ്റർ ഉണ്ട്, അതിൻ്റെ അവസാന ഭാഗത്തോടു കൂടി അത് മാത്രം വായിക്കണം, അപ്പോൾ അറിയാം എൻ്റെ ഉപ്പ ആരാണെന്ന്. അങ്ങനെ പറയാനുള്ള കാര്യം എന്തായിരുന്നു?
എന്നല്ല, എൻ്റെ എൽഡർ ബ്രദറാണ്. അപ്പോൾ എൻ്റെ ഫാദർ അന്ന് ഫേസ് ചെയ്ത കാര്യം, എൻ്റെ ബ്രദറിന് ഒരു ഇൽനെസ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ഓട്ടിസ്റ്റിക് ആണ്, മെൻ്റൽ റിട്ടാർഡേഷൻ ഒരു കോമ്പിനേഷനാണ്, അത് അങ്ങനെ ഒരു അസുഖമാണുള്ളത്. അപ്പോൾ അത് തിരിച്ചറിയുന്ന ഒരു ഷോക്കുണ്ട്. സോ ഞാൻ രണ്ടാമത്തെ മകനാണ്, എൻ്റെ ബ്രദർ മൂത്തത് ഓബ്വിയസ്ലി. പക്ഷെ ചെറുപ്പത്തിൽ, അതായത് 2 വയസ്സ് അല്ലെങ്കിൽ 1-2 വയസ്സ് ഈ സമയത്താണ് കുട്ടികൾ സംസാരിച്ച് തുടങ്ങുക, അവർ ഇൻട്രാക്ട്. എൻ്റെ ബ്രദർ എക്സ്ട്രീംലി ബ്രില്യൻ്റ് ആയിരുന്നു. ഓക്കെ. എൻ്റെ ബ്രദർ അന്ന് പഠിച്ചിരുന്ന ചില റൈംസും അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും എല്ലാവരുമായിട്ടുള്ള അടുപ്പവും ഭയങ്കര കൂടുതലായിരുന്നു. എൻ്റെ അത്രയില്ല. ഞാൻ കൂടുതൽ ഒതുങ്ങി വളരെ റിസർവ്ഡ് ആയ ഒരാളാണ്. എൻ്റെ ബ്രദർ ആയിരുന്നു അന്ന് ഏറ്റവും മിടുക്കനായ ഒരു കുട്ടി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഒരേ സമയത്ത് LKG സ്കൂളിൽ ചേർക്കുന്നു, ചോയ്സ് സ്കൂളിലാണ് ചേർത്തത്. പക്ഷേ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ എൻ്റെ ബ്രദർ അത്രയും ഇൻട്രാക്ട് ചെയ്യുന്നില്ല, പഠിക്കുന്നതിൽ ഒരു വ്യത്യാസം വരുന്നു. സോ ആസ് എ പാരൻറ്റ് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ ആ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത്തിരി കുറുമ്പ് കൂടി വരുന്നു. എൻ്റെ ഫാദർ എക്സ്ട്രീംലി ബിസിയാണ് സിനിമയിലെന്ന് അഭിനയിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വാപ്സി പറഞ്ഞിട്ടുണ്ട്, വാപ്സിക്ക് അന്ന് ഷൂട്ട് നടക്കുന്ന ആലുവയിലാണ്, പെരുമ്പാവൂർ ആലുവ ഭാഗത്താണ്. ഞങ്ങൾ താമസിക്കുന്നത് വൈറ്റില ഭാഗത്ത്. 3 മാസമായിട്ട് വാപ്സിക്ക് വീട്ടിൽ വരാൻ പറ്റിയില്ല. ബിക്കോസ് അവിടെ 1-2 സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും. ഇത്ര അടുത്താണ്, ഇപ്പോൾ നമുക്ക് എത്ര നേരം വേണം, 40 മിനിറ്റ്സ് ട്രാവൽ ചെയ്തെത്താം. അന്ന് വരാൻ കഴിയില്ല, അത്രയും അടുത്തായിട്ട് പോലും. അപ്പം അങ്ങനെ ബിസിയായിട്ട് അഭിനയിക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ പറയാണ്, അതായത് മോൻ ഇങ്ങനെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് എങ്ങനെയാണ് ആസ് എ പാരൻ്റ് അബ്സോർബ് ചെയ്യുക? ഇപ്പോൾ ഞാനൊരു പാരൻ്റ് ആകുമ്പോൾ എനിക്ക് അത് ഫീലിങ്സ് മനസ്സിലാവും. അത് ആ ബുക്കിൽ വ്യക്തമായിട്ട് വിവരിച്ചു. എന്നിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യണ്ടേ, അത് വേറൊരു എന്താ പറയുക, ഒരു സത്യം നമ്മൾ ഉൾക്കൊള്ളണ്ടേ. എൻ്റെ മോനിതാ ഇതൊരു ഇങ്ങനെ സ്പെഷ്യൽ കണ്ടീഷൻ ഉണ്ട് കേട്ടോ എന്നുള്ളതൊരു ഡോക്ടർ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ എവിടെയോ ഉണ്ട്, ഞാനും എൻ്റെ മദറും ഫാദറും ബ്രദറും ഒക്കെ ആയിട്ട് നിംഹാൻസിൽ പോയിട്ടുണ്ട്, ബാംഗ്ലൂർ. അവിടെ പോയി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് വരണ്ടേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആ ചാപ്റ്ററിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഇത് ഒരിക്കലും എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞിട്ടില്ല, ഇത് പറഞ്ഞു തരാൻ പറ്റുമല്ലോ. പക്ഷേ അത് ബുക്കിലൂടെയാണ് പിന്നെ ഞാൻ വായിച്ച് എനിക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ അതൊരു വലിയൊരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് വായിച്ച് മനസ്സിലാക്കുക. അതാണ് എന്നെ ബുക്കിൽ പറഞ്ഞത്. ഗംഭീരമാണ്. ഞാൻ ആ പുസ്തകത്തിലെ ആ ഒരു ഭാഗം മാത്രം എപ്പോഴും എടുത്ത് വായിക്കാറുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. അപ്പം ഞാൻ എപ്പോഴെങ്കിലും അത് കാണുമ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാൻ അവസരമില്ല. അദ്ദേഹം മാധ്യമ ഇൻട്രക്ഷൻ ഏറ്റവും കുറച്ചൊരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് മകനോട് തന്നെ ചോദിക്കാം എന്ന് കരുതി. അതാണ് എനിക്ക് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചാപ്റ്റർ. അതറിയാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി. ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനറിന് ഇപ്പോൾ മലയാളത്തിൽ എല്ലാ രീതിയിലുള്ള സാധ്യതകളും ഉണ്ട്. ഇപ്പോൾ മാർക്കോ ഒരു സ്ഥലത്ത് ഹിറ്റായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഗഗനചാരി പോലെ മൊത്തത്തിലൊരു ഔട്ട് ഓഫ് ദി വേൾഡ് സിനിമയും ഇവിടെ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വലിയേട്ടൻ തിരിച്ചിറങ്ങി ഇവിടെ കളക്ഷൻ ഉണ്ടാക്കുന്നു. ഇപ്പം അങ്ങനെ എല്ലാ ഏരിയകളിലും ഇന്ന് വർക്കാവുന്നത് നല്ല സബ്ജക്റ്റ് ആണെന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ആ രീതിയിലും ബെസ്റ്റിക്ക് പ്രതീക്ഷ അർപ്പിക്കാം നമുക്ക്. തീർച്ചയായിട്ടും. കാര്യം ഈ സിനിമകളിലെല്ലാം പ്രത്യേകിച്ച് എല്ലാം ഒറിജിനൽ കണ്ടന്റാണ്. ഇപ്പൊ ഗഗനചാരി ഹിറ്റ് ആവുമെന്ന് മുമ്പ് ഒരാൾ ചോദിച്ചാൽ ആരെങ്കിലും അത് സമ്മതിക്കും? ഇല്ല. അത് റിസ്ക് ഒരു പ്രൊഡ്യൂസർ എടുത്തിട്ട് അത് വരുന്നു. സോ ഇതിന്റെ ഒരു സ്റ്റേജ് ഉണ്ട്. സോ ഇത് ഗഗനചാരി റിലീസ് ചെയ്യുമ്പോൾ ആദ്യം എല്ലാവരും ഓടിപ്പോയി കാണുകയല്ല. സിനിമ ക്രിയേറ്റ് ചെയ്ത കുറച്ച് ആൾക്കാർ കാണുന്നു, റിവ്യൂവേഴ്സ് കാണുന്നു, സിനിഫൈൽസ് കാണുന്നു. എന്നിട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്ത് സാധാരണ ഓഡിയൻസ് ആണോ ഇവർ ഇത്രയും പേര് നല്ലത് പറഞ്ഞെങ്കിൽ എന്തായാലും പോയി കാണാം. അപ്പൊ ഇവർക്കും അതിന്റെ ക്രെഡിറ്റ് ഉണ്ട്. നമ്മൾ പൊതുവെ റിവ്യൂവേഴ്സിന് നെഗറ്റീവ് മാത്രമാണ് പറയാറില്ല, അങ്ങനെയല്ല. ഒരുപാട് സിനിമകൾ റിവ്യൂവേഴ്സ് അത് പോസിറ്റീവ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ ഓർക്കുന്ന മറ്റൊരു സിനിമയാണ് ഓപ്പറേഷൻ ജാവ. കൊറോണ സമയത്ത് തിയേറ്റർ തുറന്നപ്പോൾ വന്നിറങ്ങിയ മൂവിയാണ്. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല ഈ മൂവി. എനിക്കതിന് ഷൂട്ടിംഗ് നടക്കണ ഓർമ്മയുണ്ട്. എന്നിട്ട് നമ്മുടെ കാക്കാട് ഭാഗത്ത് തന്നെയായിരുന്നു. പിന്നെയാണ് ഇത് ഇറങ്ങുന്നത്. ഫേസ്ബുക്കിലാണ് ആൾക്കാർ വീണ്ടും എഴുതി തുടങ്ങിയത്. നല്ല മൂവിയാണ്, അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു. 50% ഓക്യുപ്പൻസിയിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതും വലിയ സക്സസിലേക്ക് മാറി. നല്ല മൂവിയുമാണ്. ഇപ്പോൾ DNA ഒരു കോർ എലമെന്റ് എന്ന് പറയുമ്പോൾ റിവെഞ്ച് ആയിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ പ്രതികാരമാണ്. ബെസ്റ്റിയിൽ അങ്ങനെ നോക്കുമ്പോൾ ആ എലമെന്റിനെ സ്പോയിലേഴ്സ് ഇല്ലാതെ പറയാൻ പറ്റുമോ? ഇല്ല, പറയില്ല. കുറെ സാധനങ്ങളുണ്ട്. ഒരു സാധനം പറയുന്നേ ഇത് പറയാൻ പറ്റത്തില്ല. കാരണം അത് സസ്പെൻസ് ത്രില്ലറുമാണ്, കോമഡിയാണ്, റൊമാൻസ് എല്ലാം കൂടെ വരുന്ന സാധനമാണ്. അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ഡയറക്ടർ ഉണ്ടോ അവിടെ? എല്ലാ കഥയും പറഞ്ഞു. നല്ല ആക്ഷനുള്ള നല്ലൊരു മൂവിയാണ്. അത് മലപ്പുറം സൈഡിലുള്ള നല്ല സോങ്ങുകളുണ്ട്. ആ ഒരു മൂഡും പിന്നെ അതിന് വേറെ ടച്ച് പിടിച്ചിട്ട് വേറൊരു പരിപാടിയിലേക്ക് പോകുന്നുണ്ട്. ഫാമിലി സെന്റിമെന്റും ഫാമിലി സെന്റിമെന്റ്. ഇപ്പോൾ അച്ഛൻ, അതായത് അച്ഛനല്ല, മാമൻ ശ്രീ
മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ സുഹൃത്തുക്കൾക്ക് മുമ്പിൽ അഭിനയിക്കുന്ന പോലെ തന്നെ തറവാട് വീട്ടിലെ ഒരു ആൾക്കണ്ണാടിക്ക് മുമ്പിലും അഭിനയിച്ച് പഠിച്ചിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അഷ്കറിന് അങ്ങനെ ഒരു റിഫ്ലക്ഷനായിട്ട് ആരാ ഉണ്ടായിരുന്നത്? ആരുടെ മുമ്പിൽ അഭിനയിച്ചിരുന്നത്? ഞാൻ പറഞ്ഞപ്പോഴേ അന്ന് എൻ്റെ ഉമ്മച്ചിയൊക്കെ പുള്ളിയുടെ കൂടെ ശ്രീകൃഷ്ണൻ കേട്ടോ, അന്ന് പുള്ളിക്കാരിയൊക്കെ നിൽക്കുമല്ലോ, അവരൊക്കെ അങ്ങനെയൊക്കെ കഥ കേട്ടിട്ടുണ്ട്. ഉമ്മച്ചി പറയാത് പുള്ളിക്കാരനെ അഭിനയിക്കുമ്പോൾ അവരുടെ കൂടെ അനിയത്തിയും അനിയന്മാരൊക്കെയാണ് ഗോപികമാരും MGR ഒക്കെ ആയിട്ട് പുള്ളി അഭിനയിക്കും. പല പരിപാടി പുള്ളി ചെയ്യും. ഇവരാണ് കൂട്ടുകാർ, പുള്ളിയാണ് അവരുടെ ബെസ്റ്റീസ്. അവരുടെ പുള്ളിക്കാരൻ അങ്ങനെ അഭിനയിക്കും. ഞാൻ കണ്ണാടിയുടെ മുമ്പിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കുറേ പരിപാടി ഫൈറ്റ് പഠിക്കാനൊക്കെ പോയിട്ടുണ്ട്. ഡാൻസ് പഠിക്കാനായിട്ട് എപ്പോഴും കൊണ്ടേ പൈസ കൊടുക്കും. ഒരു ദിവസം പോകും, പിന്നെ ചെന്നൈയിൽ വെച്ച് ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടേ പൈസ കൊടുക്കും. നമ്മുടെ ദിനേശ് മാസ്റ്റർ അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടേ കൊടുക്കും. ഒരു ദിവസം ക്ലാസ്സിൽ പോകും. പിന്നെ ഫൈറ്റ് പിന്നെ പഠിച്ച് എടുത്തു. അന്ന് പഠിക്കാതിരുന്നതിൻ്റെ ഒക്കെ ഇപ്പോഴാണ് അനുഭവിച്ചത്? നന്നായിട്ട് ഈ പറഞ്ഞ പോലെ പാക്കേജ് നടന്മാരില്ലെങ്കിലും ബെസ്റ്റ് ഒരു പാക്കേജ് പടമാണെന്നാണ് നിങ്ങൾ മൂന്നുപേരും പറഞ്ഞതെന്ന് മനസ്സിലായി. ഒരു ഫാമിലി ഓഡിയൻസിന് വേണ്ടിയുള്ള ഒരു പാക്കേജാണ്. കാര്യം നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഒരു ചെറിയ കുട്ടി മുതൽ അതിൽ ഏറ്റവും മുതിർന്ന ആൾക്കും എൻജോയ് ചെയ്യാനുള്ള ഒരു എലമെന്റ് ഉണ്ടാവണമെന്ന് ഞങ്ങളുടെ പ്രൊഡ്യൂസറിന് ആഗ്രഹം ഉണ്ടായി. അതനുസരിച്ച് ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റ്, ഞങ്ങൾ ഡയറക്ടർ ഉണ്ടാക്കിയ പ്രോജക്റ്റാണ് ബെസ്റ്റ്. സ്പീഡിൽ നടന്നൊരു പരിപാടിയാണ്, പെട്ടെന്ന് നടന്ന. എന്നോട് പറഞ്ഞ അഷ്കറെ നാളെ പുതിയ പടം തുടങ്ങുക. അവർ ഏത് പടം എനിക്കറിയത്തില്ല. പുതിയ പടം തുടങ്ങുക. ബെസ്റ്റ് എന്നല്ല, അന്ന് പേരിട്ടില്ലല്ലോ. ഇന്നലെ ഷാനു സമദാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഞാൻ ചെന്നൈ നിൽക്കാം, പ്രൊഡ്യൂസർ റിനി മേഡം വിളിക്കും, അഷ്കറെ നാളെ രാവിലെ പൊന്നാനി എത്തണം കേട്ടോ, പുതിയ പടം തുടങ്ങി. അറിയത്തില്ല, അവിടെ ചെല്ലുമ്പോഴാണ് എത്ത പരിപാടി. അത് പെട്ടെന്നുണ്ടായതാണ്. എന്നിട്ട് പെട്ടെന്ന് അദ്ദേഹം ഷാനു സമദ് നന്നായിട്ട് സ്ക്രിപ്റ്റ് എല്ലാം കറക്റ്റായിട്ട് പുള്ളി അദ്ദേഹം ഒരു 3 മാസം പോലും ആയില്ല, അദ്ദേഹം പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തെടുത്തു. കാരണം ഇതൊരു ഇങ്ങനൊരു പടം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്തതല്ല, സംഭവിച്ചതാണ് സംഭവം. കാരണം പ്രൊഡ്യൂസറുടെ ആഗ്രഹമായിരുന്നു, പുള്ളി ഇങ്ങനെ വേണം. അപ്പോൾ ഷാനു സമദിന് ഡയറക്ടർ, അഷ്കർ സവാം വേണം, ഷെയ്ം വേണം, നായികയായിട്ട് വേണം, പിന്നെ ആർട്ടിസ്റ്റ് വേണം. അപ്പോൾ നമുക്ക് വേണ്ടി കഥാപാത്രം ഉണ്ടായി, നമുക്ക് അഭിനയിക്കാൻ അവസരം കിട്ടി. ഇനി ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ മുമ്പിലാണ്. 24-ാം തീയതി റിലീസാണ്. എല്ലാവരും പടം കാണുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. 24-ാം തീയതി പ്രേക്ഷകർ സിനിമ കാണട്ടെ, അവർ വിധി എഴുതട്ടെ. തീർച്ചയായും സിനിമ വിജയത്തിലേക്ക്. മറ്റേ സാധനം ഇല്ല, തമ്പൊന്നുമില്ല, എന്തെങ്കിലും കിട്ടിയില്ല ഒന്നും. തമ്പ് ഞാൻ ഉണ്ടാക്കിക്കോളാം. നമ്മുടെ സാക്ഷിയുടെ പൊരിഞ്ഞ ഫൈറ്റാണ്. അതെ അതെ എന്റെ ഫൈറ്റ് വരെ അടിച്ചു മാറ്റി. അഷ്കറിന് ഫൈറ്റ് വേണ്ട, അഷ്കർ മൊട്ടോ ഫൈറ്റ്, ഷൈന് മൊട്ടോ ഫൈറ്റ്, എനക്ക് വേണം ഫൈറ്റ്. ഫുൾ ഫൈറ്റ് പുള്ളി മേടിച്ചു. അപ്പൊ അങ്ങനെ അടിപൊളി. കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് രീതിയിൽ ആളുകൾ ഏറ്റെടുക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു.